പ്രചാരണത്തിൽ തടയിടാൻ വേണ്ടിയിട്ടാണ് ബഹുമാനപ്പെട്ട സമസ്ത കേരള ജമിയത്തുൽ ഉലമ ഈ കേരളത്തിലേക്ക് എത്തിയത്. വ്യക്തമാക്കി പറയുകയാണെങ്കിൽ അന്നൊക്കെ പാശ്ചാത്യ അറബ് രാജ്യങ്ങൾ കണ്ടുവന്നിരുന്ന വിദേഹി ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് ദ മോസ്റ്റ് പവർഫുൾ സീക്രട്ട് സൊസൈറ്റി ഇൻ ദ വേൾഡ് ആയി കണക്കാക്കിയിരുന്ന മാസോണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരായ ജമാലുദ്ദീൻ അഫ്ഗാനിയുടെയും മുഹമ്മദ് അബ്ദുവിന്റെയും അതുപോലെ തന്നെ റഷീദ് റിലയുടെയും വിദേഹി ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ച് യുക്തിവാദങ്ങളിലേക്കും മറ്റ് ഇസങ്ങളിലേക്കും മാറിയ പുതിയ വിധേയ രൂപമാണ് കേരളത്തിലേക്ക് കടത്താൻ ശ്രമിച്ചത്. ഈ ഒരു അവസരത്തിൽ കേരളത്തിലെ മുസ്ലിം പണ്ഡിതന്മാർ ഇതിനെ ചെറുക്കാൻ ബാധ്യസ്ഥരാവുകയും വിദ്യാർത്ഥി വെളിവാവുകയും അതിന്റെ മേൽ ആലിമീങ്ങൾ വീണുപോവുകയും ചെയ്താൽ അവരുടെ മേൽ അള്ളാഹുവിന്റെ ശിക്ഷയുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിൽ കേരളത്തിലെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ മതപണ്ഡിതന്മാർ യോഗം ചേരുകയും മഹാനായ വറക്കൽ മുല്ലത്ത് കോയ തങ്ങളുടെ മഹനീയ കരങ്ങളാൽ മുസ്ലിം കൈരളിയുടെ ആധികാരിക പരമാധികാര പരമോന്നത പദമണ്ഡിതമായി സമസ്ത കേരള ജമിയത്തുൽ ഉലമ നിലവരികയും ചെയ്തു. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ആശയ പ്രചാരണവും പ്രതിരോധവും അതുപോലെ തന്നെ സമൂഹത്തിന്റെ അവകാശ സംരക്ഷണവും ഭൗതിക പുരോഗതിയും സമസ്തയുടെ മുഖമുദ്രയാണ് എന്ന ബോധ്യം ജനങ്ങളെ ഉണർത്തിക്കൊണ്ട് ഇക്കാലം അത്രയും സമസ്തയ്ക്ക് പ്രവർത്തിക്കാൻ സാധിച്ചിട്ടുണ്ട് എന്നതിന് കാലം സാക്ഷിയാണ്. ആദ്യ 2 ദശകങ്ങളിലായി നടന്ന സമ്മേളനങ്ങളിലൂടെ സുന്നത്ത് ജമാഅത്തിന്റെ ആശയങ്ങൾക്ക് അടിത്തറ പോവുകയും സമസ്തക്കെതിരെയും സുന്നത്ത് ജമാഅത്തിനെതിരെയും വാളോങ്ങിയവരെ യഥാർത്ഥ ഇസ്ലാമിക ശരീഅത്തിന്റെ പാതയിൽ ഇരുന്നുകൊണ്ട് പടവെട്ടുകയും മുസ്ലിം പ്രാഥമിക മത പാഠശാലകൾ ആരംഭിച്ച് കേരളത്തിൽ എത്തിയതിലെ ഒരു തലമുറയെ ഓരോ തലമുറയിലും വിദ്യാസമ്പന്നരെയും അതുപോലെ തന്നെ മതബോധമുള്ള ഒരു സമൂഹത്തെ വളർത്തെടുക്കുകയും ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളീയ സമൂഹത്തെ ഏറ്റവും മതബോധവും വിദ്യാഭ്യാസ ബോധമുള്ള ഒരു സമൂഹമായി മാറ്റിയെടുക്കാൻ സമസ്തയ്ക്ക് ഇക്കാലം അത്രയും സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സമുദായത്തിന്റെ അവകാശ സംരക്ഷണത്തിന് വേണ്ടി സമസ്ത ഏതറ്റം വരെ പോയപ്പോഴും ഇതുവരെ ആരുടെ മുമ്പിലും സമസ്തയുടെ ആശയാദർശങ്ങൾക്ക് അടിയറവെക്കേണ്ടി വന്നിട്ടില്ല. ലവ് ജിഹാദിന്റെ പേരും പറഞ്ഞ് സമൂഹത്തിന്റെ സൗഹൃദ അന്തരീക്ഷം തകർക്കാൻ പലരും ശ്രമിച്ചപ്പോൾ അവർക്കെതിരെ ഈ സമുദായത്തിന്റെ ശബ്ദമായി മാറാൻ സമസ്തയ്ക്ക് ഇക്കാലം അത്രയും സമസ്ത കഴിഞ്ഞിട്ടുണ്ട്. നർക്കോട്ടിക് ജിഹാദും ലവ് ജിഹാദും പറഞ്ഞുകൊണ്ട് സമൂഹത്തിനിടയിൽ ഭിന്നത സൃഷ്ടിക്കാൻ പലരും ശ്രമിച്ചപ്പോൾ സമസ്ത എടുത്ത പക്വതയാർന്ന തീരുമാനങ്ങൾ ഈ സമൂഹത്തിൽ ഇതര മതസ്ഥർ പോലും അംഗീകരിക്കുന്നത് നാം കണ്ടതാണ്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ആരാണ് യഥാർത്ഥ സമസ്തക്കാരെന്ന വാദം ശക്തി ആർജിക്കുമ്പോൾ അവിടെയാണ് നാം മനസ്സിലാക്കേണ്ടത് യഥാർത്ഥ സമസ്തക്കാരെന്നാൽ അശ്അരി മാതുരിദി സരണികൾ അംഗീകരിക്കുകയും അതേസമയം തന്നെ കർമ്മകാര്യങ്ങളിൽ നാലാലൊരു മതം പിൻപറ്റുകയും ചെയ്ത യഥാർത്ഥ സൂഫി മാർഗം സ്വീകരിച്ചവരാണ് യഥാർത്ഥ സമസ്തക്കാർ. അല്ലാതെ ഒരേ സമയം വിധേയ കക്ഷികളോട് ആശയപരമായിട്ട് യോജിച്ചു പോവുകയും അതേസമയം തന്നെ സമസ്തക്കാരായി വേഷപ്രചാരണം കിട്ടുന്നവർ അവർ സമസ്തക്കാരല്ല എന്ന ബോധ്യം നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ എല്ലാ കാലഘട്ടത്തിലും സമസ്ത സാമുദായിക സൗഹൃദം കാത്തുസൂക്ഷിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാൽ സാമുദായിക സൗഹൃദം കാത്തു സൂക്ഷിക്കുക എന്നതോടൊപ്പം തന്നെ സമൂഹത്തിൽ ഉയർന്നുന്ന പല അനാചാരങ്ങൾക്കും സമസ്ത ആദർശബോധത്തിന്റെ ആശയാദർശങ്ങൾ പകർന്നു നൽകിക്കൊണ്ട് അതിനെ എതിർത്തിട്ടുണ്ട്. ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ മഹാത്മാക്കളുടെ പേരിൽ നടത്തി വരാനുള്ള ആണ്ടു നേർച്ചകൾ അനുവദനീയയുടെ അതിവരുടെ മുകൾ വിട്ടുകടന്നപ്പോൾ അതിനെതിരെ 1951 നടന്ന 19 വാർഷികത്തിലൂടെ അതിനെതിരെ ശക്തമായ പ്രമേയം പാസ്സാക്കുകയും കേരളീയ മുസ്ലിം സമൂഹത്തെ ബോധവാന്മാരാക്കാൻ സമസ്ത കഴിഞ്ഞിട്ടുണ്ട്. ഇക്കാലം അത്രയും ഇസ്ലാമിന്റെ യഥാർത്ഥ ഷിയാറോടുകൂടെയും അതുപോലെ തന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ യഥാർത്ഥ ആശയബോധത്തോടുകൂടെയും മുസ്ലിം കേരളീയ ഈ നാടിന് നല്ല രീതിയിൽ നോക്കി നടത്തിയ ബഹുമാനപ്പെട്ട സമസ്തയുടെ കൂടെ അള്ളാഹു ജീവിതകാലം മുഴുവൻ ജീവിക്കാൻ ഭാഗ്യം നൽകുമാറായിട്ട്. അമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.